4000 കുടുംബങ്ങൾ കഴിഞ്ഞ 6 വർഷമായി ഫ്രഷ് കട്ട് എന്ന് പറയുന്ന അറവ് മാലിന്യ കമ്പനി പുറത്തുവിടുന്ന മലിനമായ വായു ശ്വസിച്ച് ദുരിതപൂർണമായ ജീവിതം നയിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുള്ള ഒട്ടനവധി സമരങ്ങൾക്ക് ആ ജനങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇക്കാലം അത്രയുമുള്ള സമരങ്ങളെ മുഴുവൻ ധിക്കാരത്തോടു കൂടിയാണ് ഫ്രഷ് കട്ട് നേരിട്ടത്. സമീപകാല സമരങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു സംഘർഷത്തിന് ഇന്നലെ ആ സമരഭൂമി സാക്ഷിയായി. ഫ്രഷ് കട്ടിന് നാട്ടുകാർ തീയിട്ടു, ഭാഗികമായി കത്തി നശിച്ചു. ഒട്ടനവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ഗുരുതരമായ പരിക്കേറ്റു ആശുപത്രിയിലാണ്. പോലീസുകാർക്കും പരിക്കുണ്ട്. ഈ സംഘർഷത്തിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങൾ, അതിലൊന്നാമത്തേത് DIG യതീഷ് ചന്ദ്രയുടേതാണ്. രണ്ടാമത്തേത് CPM നേതാവ് EP ജയരാജന്റേതാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം സമരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടായി എന്നതാണ്. ആസൂത്രിതമായ അക്രമമുണ്ടായി എന്നാണ്. എന്ത് നുഴഞ്ഞുകയറ്റമാണ് സർ? ശുദ്ധമായ അസംബന്ധം പ്രചരിപ്പിക്കുകയാണ് ഭരിക്കുന്നവരും പോലീസും. ഞാൻ ആ സംഘർഷ സ്ഥലത്തെ ദൃക്സാക്ഷിയാണ്. 100-ലധികം കുട്ടികളുള്ള സ്ഥലത്തേക്ക് കണ്ണീർവാതകം പ്രയോഗിച്ച് ആദ്യം പ്രകോപനമുണ്ടാക്കിയത് പോലീസാണ്. ശേഷം ശാന്തമായ സമരഭൂമിയിൽ സ്ത്രീകളുടെ ഇടയിലേക്ക് റൂറൽ SP നേരിട്ട് അക്രമത്തിന് നേതൃത്വം നൽകി ലാത്തി ചാർജുമായി ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അതിനുശേഷമാണ് അതിശക്തമായ സംഘർഷമുണ്ടായത്. പോലീസാണ് പ്രകോപനമുണ്ടാക്കിയതെന്ന് ദൃശ്യങ്ങളിലും വ്യക്തമാണ്. തുടർന്നുള്ള സംഘർഷങ്ങളിൽ സ്ത്രീകളെ, കുട്ടികളെ, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പോലീസ് അടിച്ചോടിച്ചു. അതിനുശേഷം 6 വർഷമായി ശുദ്ധവായുവിന് വേണ്ടി സമരം ചെയ്യുന്ന 300-ലധികം പേർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നു. മാധ്യമങ്ങളിൽ കള്ളം പ്രചരിപ്പിക്കപ്പെടുന്നു. ശരിയാണ് സർ, അവിടെ ആസൂത്രണം നടന്നിട്ടുണ്ട്. പോലീസിന്റെ, ഫ്രഷ് കട്ട് മുതലാളിമാരുടെ കൃത്യമായ ആസൂത്രണമാണ് അവിടെ നടന്നത്. ആ പ്രദേശത്ത് ജനങ്ങൾ ഇന്ന് വീട് വിട്ട് അലയുകയാണ്. പോലീസ് വീട്ടിൽ കയറി നരവേട്ട നടത്തുന്നു. അവരുടെ ശുദ്ധവായുവിനെ ആദ്യം നിങ്ങൾ അപഹരിച്ചു. പിന്നീട് അവരുടെ സ്വൈര്യ ജീവിതത്തെ, വീട്ടിൽ താമസിക്കാനുള്ള അവകാശത്തിനു മേലും നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. മാധ്യമങ്ങളെ ഫ്രഷ് കട്ട് മുതലാളിമാർ വിലക്കെടുത്തു. പോലീസിനെയും അധികാരികളെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിലക്കെടുത്തു. ആ മനുഷ്യർക്കെതിരെ പ്രചരിക്കുന്ന കള്ളവാർത്തകൾക്ക് മറുപടി പറയാൻ പോലും കൃത്യമായ ഒരാളില്ലാത്ത അവസ്ഥയുണ്ട്. പ്രിയപ്പെട്ട മനുഷ്യരെ, ആ സമരത്തിന്റെ കൂടെ ഏറ്റവും അനിവാര്യമായി നിൽക്കേണ്ട സമയമാണിത്. മാധ്യമങ്ങളെ അവർ വിലക്കെടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയെ വിലക്കെടുക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും സംസാരിക്കണം, എഴുതണം. ആ മനുഷ്യർക്കെതിരെ നടക്കുന്ന കള്ളപ്രചരണങ്ങളിൽ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം. ആ നാട്ടിലുള്ള 4000 കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ അവരെ ചേർത്തു നിർത്തണം. അവരെ സഹായിക്കണം, പിന്തുണക്കണം.